പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ് ഫ്രിഡ്ജ് തരുന്ന സൂചനകൾ, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട മുൻകരുതലുകൾ, അപകടം സംഭവിച്ചാൽ എന്തു ചെയ്യണം എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട 4 പോയിന്റുകളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വീഡിയോ മുഴുവനായും കാണുക. എന്തൊക്കെയാണ് പൊട്ടിത്തെറിക്കാനുള്ള കാരണങ്ങൾ? വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ മൂലമുള്ള ഷോർട്ട് സർക്യൂട്ട്, അമിതമായ ചൂടാകൽ, ഗ്യാസിന്റെ അമിത സമ്മർദ്ദം, ഗ്യാസ് ലീക്ക്, മെഴുകുതിരി പോലെ കത്തുന്നവ ഫ്രിഡ്ജിനകത്ത് കൊണ്ടുപോകുന്നത്, ഫ്രിഡ്ജിന്റെ പിറകുവശത്ത് ആവശ്യമായ സ്പേസ് ഇല്ലാത്തതിനാൽ ചൂട് ഒഴിഞ്ഞു പോകാതിരിക്കുന്നത്, ഇതൊക്കെ ഫ്രിഡ്ജ് പൊട്ടിത്തെറിക്കാനുള്ള കാരണങ്ങളാണ്. പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ് ഫ്രിഡ്ജ് ചില സൂചനകൾ നമുക്ക് തരാറുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഒന്ന്, ഫ്രിഡ്ജിൽ നിന്നും സാധാരണയിലും കൂടുതൽ ശബ്ദം, അതായത് ടിക് ടിക് അല്ലെങ്കിൽ ഗ്യാസ് ലീക്ക് ചെയ്യുന്ന ശബ്ദം. ഫ്രിഡ്ജിന് പുറത്ത് അമിതമായി ചൂട് അനുഭവപ്പെടുക. കറണ്ട് പോയി വീണ്ടും വരുമ്പോൾ കംപ്രസർ ഓണാകാനായി സ്റ്റാർട്ടിംഗ് പ്രോബ്ലം സ്ഥിരമായി വരിക. ഇതൊക്കെ പൊട്ടിത്തെറിക്കുന്നതിന് മുൻപുള്ള ലക്ഷണങ്ങളാണ്. ഇതൊഴിവാക്കാൻ നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഒന്ന്, സ്റ്റെബിലൈസർ ഉപയോഗിക്കുക. ഫ്രിഡ്ജിന്റെ പിറകുവശത്ത് ഒരു 8 ഇഞ്ച് അല്ലെങ്കിൽ 6 ഇഞ്ചെങ്കിലും ഗ്യാപ്പ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഗ്യാസിന്റെ മണമോ ശബ്ദമോ ഉണ്ടെങ്കിൽ പവർ ഓഫ് ചെയ്യുക. ഫ്രിഡ്ജിനകത്ത് തീ പിടിക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. 5 വർഷത്തിലൊരിക്കലെങ്കിലും മുഴുവനായും ചെക്ക് ചെയ്ത് കണ്ടീഷൻ ഉറപ്പുവരുത്തുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതും ചെയ്യേണ്ടതുമായ കാര്യങ്ങളാണ്. ഇനി അഥവാ ഗ്യാസ് ലീക്ക് സംഭവിച്ചു എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഉടൻ തന്നെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക. വാതിലുകളും ജനാലകളും തുറന്ന് വായുസഞ്ചാരം ഉറപ്പുവരുത്തുക. തീയും സ്പാർക്കും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക.